ഹായ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആറാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് വീണ്ടും ചെയ്യാം. റെഡി അല്ലേ? അപ്പോൾ സ്ട്രോങ് ആയിട്ടിരിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചേ. കറണ്ട് ഇൻ എ സർക്യൂട്ട് ഫോൾസ് ഫ്രം 5 ആംപിയർ ടു 0 ആംപിയർ ഇൻ 0.1 സെക്കൻഡ് എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കറണ്ടിൻ്റെ ചേഞ്ച് നോട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് കറണ്ടിൻ്റെ ചേഞ്ച്? നമുക്ക് എഴുതാം. ഡെൽറ്റ ഐ 5 ഇന്ന് 0യിലേക്ക്. അപ്പോൾ 5 - 0 എന്ന് വേണമെങ്കിൽ എടുക്കുക, 0 - 5 ഏതെങ്കിലും ഒന്ന് എടുക്കുക. അപ്പോൾ 5 - 0 എന്നങ്ങനെ ഞാൻ എടുക്കുന്നത് 5. ഓക്കെ, ആദ്യത്തേതായി. ഇനി ഇതിനെടുക്കുന്ന ടൈം 0.1 സെക്കൻഡാണ്. അതിനെ ടി എന്നോ ഡെൽറ്റ ടി എന്നോ ഒക്കെ എടുക്കാം. അത് 0.1 സെക്കൻഡാണ്. ആവറേജ് ഇ എം എഫ് 200 വോൾട്ട് ഈസ് ഇൻഡ്യൂസ്ഡ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ആൻസർ 200 വോൾട്ട് എന്നാണ്. ഗീവ് ദ എസ്റ്റിമേറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ എത്ര എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓർപ്പിക്കാം. 5 പ്രപ്പോർഷണൽ ടു ഐ അല്ലേ മക്കളെ? അപ്പോൾ 5 = LI എന്നല്ലേടാ. ഓക്കെ, ഇനി നിങ്ങൾ ഇതിനെ ഒന്ന് ഡിഫറൻസിയേഷൻ നടത്തിയാൽ എന്ത് വരും? d∅/dt. അപ്പോൾ d∅/dt = എന്താണ്? LdI/dt എന്നായി അല്ലേ? എന്താണ് നമ്മുടെ d∅/dt എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലേ? അപ്പോൾ E = LdI/dt. ഇതിൽ വാല്യൂ ഇടുക. നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത് L ആണ്. അപ്പോൾ ഈയുടെ ആൻസർ 200 = Lൻ്റെ ആൻസർ അറിയില്ല. DI ആണ് നമ്മുടെ ഡെൽറ്റ ഐ. ഡെൽറ്റ ഐയുടെ ആൻസർ 5 / ഡെൽറ്റ ടി. നമ്മുടെ ഡെൽറ്റ ടി തന്നെയാണ് DT എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 0.1. ഇനി ഇത് ക്രോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 5L = 200 × 0.1. ഇനി ഇതിൽ നിന്ന് L കണ്ടുപിടിക്കുക. 200 × 0.1 / 5 എന്നാണ്. അപ്പോൾ Lൻ്റെ ആൻസർ നമുക്ക് കിട്ടിക്കോളും 4 ഹെൻറി എന്നാണ്. ഇത് ഉച്ച ക്വസ്റ്റ്യൻ, നല്ല എളുപ്പമല്ലായിരുന്നോ? അടുത്തലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. എ പെയർ ഓഫ് അഡ്ജസൻറ്റ് കോയിൽസ് ഹാസ് എ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് 1.5 ഹെൻറി. അപ്പോൾ രണ്ട് അടുത്തടുത്തുള്ള കോയിൽസ് ഉണ്ട്. അവിടുത്തെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ലെറ്റർ ഏതാ? M. അപ്പോൾ എമ്മിൻ്റെ ആൻസർ തന്നിട്ടുണ്ട് 1.5 ഹെൻറി. ഇനി ഇഫ് ദ കറണ്ട് ഇൻ ദ കോയിൽ ചേഞ്ചസ് ഫ്രം 0 to 20 ആംപിയർ. കറണ്ടിൻ്റെ ചേഞ്ച് ഡെൽറ്റ ഐ എന്ന് പറയുന്നത് 0 to 20. 20 - 0 അപ്പോൾ 20 ആംപിയർ എന്നാണ്. ഇതിനെടുക്കുന്ന ടൈം 0.5 സെക്കൻഡാണ്. അപ്പോൾ ടൈം എന്ന് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഡെൽറ്റ ടി എന്ന് വേണമെങ്കിൽ എടുക്കാം. അതിൻ്റെ ആൻസർ 0.5 സെക്കൻഡ് എന്നാണ്. ഓക്കെ, വാട്ട് ഈസ് എ ചേഞ്ച് ഓഫ് ഫ്ലക്സ്? ചേഞ്ച് ഓഫ് ഫ്ലക്സ് എത്ര? ഓക്കെ, അപ്പോൾ d∅ എത്ര, അല്ലെങ്കിൽ ഡെൽറ്റ ഫൈ എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, ഇനി നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈ എന്ന് പറഞ്ഞാൽ എം 5 പ്രപ്പോർഷണൽ ടു ഐ എന്നാണ്. അപ്പോൾ 5 = MI എന്നാണ് അല്ലേ? ഇനി നമുക്ക് രണ്ട് സൈഡും ഡിഫറൻസിയേഷൻ നടത്തിയ d∅/dt = MdI/dt എന്ന് നമുക്ക് എഴുതാം അല്ലേ? അപ്പുറം ഇപ്പുറം dt കട്ട് ചെയ്ത് കളഞ്ഞാൽ d∅ = MdI എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഇനി ധൈര്യമായിട്ട് ആൻസർ പറയൂ. d∅ അല്ലേ കാണേണ്ടേ? അപ്പോൾ d∅ = എമ്മിൻ്റെ ആൻസർ നമുക്കിവിടെ 1.5 ആണ്. DIയുടെ ആൻസർ അതല്ലെങ്കിൽ ഡെൽറ്റ ഐയുടെ ആൻസർ 20 എന്നാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുക. ആൻസർ 3 എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ നല്ല എളുപ്പമുള്ള ക്വസ്റ്റൻ അല്ലേടാ. അപ്പോൾ ഇതാ 3 തന്നെയാണോ? അപ്പോൾ 1.5 15 30. 3 അല്ല 30. ഓക്കെ, 30 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടിയിരിക്കുന്നത്. ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണ്? വെബറാണ്. അടിപൊളിയല്ലേ? നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ. അടുത്തതിലേക്ക് പോകാം മക്കളെ. അടുത്തത് എല്ലാവരും സ്ട്രോങ് ആയിട്ടിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? വായിച്ചു നോക്കിയേ. എ ജെറ്റ് പ്ലെയിൻ ട്രാവലിംഗ് ടുവേഴ്സ് വെസ്റ്റ്. ജെറ്റ് പ്ലെയിൻ എങ്ങോട്ടാണ് പോകുന്നത്? വെസ്റ്റിലോട്ടാണ് പോകുന്നത്. ജെറ്റ് പ്ലെയിൻ ട്രാവലിംഗ് ടുവേഴ്സ് വെസ്റ്റ് അറ്റ് ദ സ്പീഡ് 1800 km/h. അപ്പോൾ സ്പീഡ് നമുക്ക് എഴുതാം. സ്പീഡ് = അതിനെ m/s ആക്കാം × 5/18. ഇത്രയും m/s. അപ്പോൾ ആൻസർ 500 എന്ന് വരും. 500 m/s. ഇനി വാട്ട് ഈസ് എ വോൾട്ടേജ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ എൻഡ്സ് എന്നാണ് ചോദ്യം. വിങ്സ് ഹാവിങ് സ്പാൻ 25 മീറ്റർ. വിങ്സ് ആണ്. വിങ്സ് ഒരു കണ്ടക്ടറാണല്ലോ. അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 25 മീറ്റർ. ഓക്കെ, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അവിടുത്തെ ലൊക്കേഷനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ട്. 5 × 10⁻⁻⁴ എന്നാണ്. ഇനി അവിടുത്തെ ഡിപ്പ് ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്
ഇപ്പോൾ നമ്മുടെ എർത്തിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇതാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്നിരിക്കട്ടെ. ഈ മാഗ്നറ്റിക് ഫീൽഡിന് നമുക്ക് റിസോൾവ് ചെയ്ത 2 കമ്പോണൻറ്റ് കിട്ടും. ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും കിട്ടും, ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും കിട്ടും. സംശയമൊന്നുമില്ല. ഇനി ഇതിൽ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻ്റാണ് നമ്മുടെ എർത്തിൻ്റെ സർഫസിലുള്ളത്. ഓക്കെ, ഇനി മേലോട്ടൊക്കെ ഉള്ളത് ഈ വെർട്ടിക്കൽ കമ്പോണൻ്റാണ്. ജെറ്റ് പ്ലെയിൻ പോകുന്നത് തറയിൽ കൂടെ അല്ലല്ലോ, മേലിൽ കൂടെ അല്ലേ പോകുന്നത്. അപ്പോൾ അവിടെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിരിക്കും അവൈലബിൾ ആവുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഡിപ്പ് ആംഗിൾ. നിങ്ങൾ കേട്ട് കാണൂല. അപ്പോൾ അത് നമ്മുടെ മാഗ്നറ്റിസത്തിൽ ഒഴിവാക്കിയ ഒരു സെക്ഷനാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ആ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഡിപ്പ് ആംഗിൾ തീറ്റ. തീറ്റയുടെ വാല്യൂ ഇവിടെ 30 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബി എന്ന് പറയുന്ന സംഭവത്തിനെ റിസോൾവ് ചെയ്ത് എത്ര കമ്പോണൻസ് കിട്ടും? 2 കിട്ടില്ലേ? അപ്പോൾ ഇത് ബി എച്ച് എന്ന് പറയുന്നത് ബി കോസ് തീറ്റയാണ്. അപ്പോൾ ബി കോസ് 30. ഓക്കെ, ഈ ബി വി എന്ന് പറയുന്നത് ബി സൈൻ 30 ആണ്. സംശയമില്ല. ഇനി ബാക്കി നമുക്ക് നോക്കാം. നമ്മുടെ ജെറ്റ് പ്ലെയിൻ അവൈലബിൾ ആവുന്ന വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ബാക്കി എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF അല്ലേ ചോദ്യം. ജെറ്റ് പ്ലെയിൻ്റെ നമ്മുടെ വിങ്സിനിടയ്ക്ക് ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ പറയൂ. നമ്മുടെ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ ഓടുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്തുകൊണ്ട് ഓടുന്നു. അപ്പോൾ അതിനകത്ത് എത്ര ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും? BLV ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ബി എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ BV ആണ്. അപ്പോൾ LV. ഓക്കെ, അപ്പോൾ BVയുടെ ആൻസർ അങ്ങോട്ട് എടുത്തെഴുതുക. ബി കോസ് 30 എന്നാണ്. എല്ലിൻ്റെ ആൻസർ ഇവിടെ 25 ആണ്. ഇനി വിയുടെ ആൻസർ 500 ആണ്. ഇനി ഇതിൽ വാല്യൂ നമുക്ക് ഇടാം. ബിയുടെ ആൻസർ എത്ര മക്കളെ? ബിയുടെ ആൻസർ 5 × 10⁻⁻⁴. ഓക്കെ, കോസ് 30 എന്ന് പറഞ്ഞാൽ സൈൻ 60. അപ്പോൾ സൈൻ 60 എത്ര? √3/2. ഓക്കെ, ഇൻറ്റു 25 × 500 എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ആൻസർ കിട്ടും. 3.1 എന്ന ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ അടിപൊളി ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ ഫ്ലൈറ്റ് പോകുമ്പോഴത്തേക്കും എന്താണ്, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്താൽ അതിൻ്റെ കണ്ടക്ടറിൽ അതിൻ്റെ ബോഡിയിൽ എന്താണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുമെന്നാണ് ഈ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഇറ്റ് ഈസ് ഡിസൈർഡ് ടു മെഷർ the magnitude of field between poles of a powerful loudspeaker magnet. ലൗഡ് സ്പീക്കർ പൊളിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അതിനകത്തൊരു മാഗ്നറ്റ് കാണും. അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കലാണ് എൻ്റെ പണി. എ സ്മോൾ ഫ്ലാറ്റ് സെർച്ച് കോയിൽ ഓഫ് ഏരിയ 2 cm² with 25 closely wound turns is positioned normal to the magnetic field and quickly snatched out of the field. ആവശ്യമില്ലാതൊന്നും ടെൻഷൻ അടിക്കണ്ട. ഈ നമ്മുടെ സ്പീക്കറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് ഒരു എന്താണ് വെച്ചിരിക്കുന്നത്? ഒരു കോയിൽ വെച്ചിരിക്കുന്നു. ആ കോയിലിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 2 cm². എന്നിട്ട് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തുനിന്ന് അത് പുറത്തേക്ക് വലിച്ചൂരി. അപ്പോൾ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അരിഞ്ഞ് തള്ളിക്കൊണ്ട് പുറത്തേക്ക് വന്നു. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ച് ആയി. ഇനി എന്താ വേണ്ടത്? ഈക്വലൻ്റ്ലി വൺ ക്യാൻ അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. Equivalently, one can give it a 90-degree turn to bring its plane parallel to the magnetic field. എന്താണ്? അതിനെ 90 ടേൺ ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് അതിൻ്റെ പ്ലെയിൻ വരത്തക്ക രീതിയിൽ കൊണ്ടുവരാം. അപ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കാം. ആദ്യം നമ്മുടെ കോയിൽ ഇതാ ഇവിടെ ഇരിക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡിന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് കേസിൽ മാഗ്നറ്റിക്, ലാസ്റ്റ് കേസ് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിനെ പാരലായിട്ട് കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് കേസ് ഇതാ ഇങ്ങനെയാണ്. ലാസ്റ്റ് കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ്. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ പാരലായിട്ട് വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? പ്ലെയിൻ പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ നേരെ നോക്ക് എല്ലാവരും. കണ്ട് ഇതല്ലേടാ ഇതിൻ്റെ പ്ലെയിൻ അല്ലേ മക്കളെ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്ലെയിൻ. ഈ പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡിന് പാരലാണ്. മനസ്സിലായ? അപ്പോൾ ഇങ്ങനെ വരച്ചാൽ സംശയം ഉണ്ടാവുകയും ഞാൻ ഒന്നും കൂടെ അത് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് വരയ്ക്കാം. എന്താണ്? ഇതാ ഞാൻ അതിനെ ഇറേസ് ചെയ്തു. ഒന്നും കൂടെ കാണിക്കാം. നിങ്ങൾ നോക്കൂ. ഇതാണ് നമ്മുടെ കോയിൽ. എന്താ? ഇനി ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന് പാരലാണ് ഇതിൻ്റെ പ്ലെയിൻ. നോക്കിയാൽ മനസ്സിലാവും. അതാ ഇതിൻ്റെ ഈ പ്ലെയിൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലാണ്. ലാസ്റ്റ് കേസാണ്. ഇതാണ് ലാസ്റ്റ് കേസ്. ഞാൻ അവിടെ ലാസ്റ്റ് എന്ന് എഴുതാം. ഇതാണ് ലാസ്റ്റ് കേസ്. അപ്പോൾ ഇനീഷ്യലി ഇതെങ്ങനെയായിരിക്കും?
മാഗ്നറ്റിക് ഫീൽഡിന് ഇതാണ്ട നമ്മുടെ കോയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുക. ഓക്കെ, ഇതാണ് ഇനിഷ്യൽ കേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനിഷ്യൽ കേസ്, ലെഫ്റ്റിലുള്ളതാണ് ഫൈനൽ കേസ്. അപ്പോൾ ഈ രണ്ട് കേസിലും ഈ കേസിൽ ഇനിഷ്യൽ കേസിൽ തീറ്റ എത്രയാണ് നിങ്ങൾ തന്നെ പറയും. എന്താണ് ഈ തീറ്റ എന്ന് പറഞ്ഞാൽ? തീറ്റ എന്ന് പറഞ്ഞാൽ ഏരിയ വെക്ടറിനും ഇതിൻ്റെ ഏരിയ ഇതാണ്. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ വരച്ചാൽ ഏരിയ വെക്ടർ കിട്ടും. അപ്പോൾ ഈ ബോർഡിന് പെർപെൻഡിക്കുലർ വരും. ഈ മാഗ്നറ്റിക് ഫീൽഡും അതിന് അതേ ഡയറക്ഷനിലാണ്. ഒന്നുകൂടെ, ഇതാണ് ഏരിയ. ഈ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ ബോർഡിന് പെർപെൻഡിക്കുലർ വരും. നമ്മുടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? ബോർഡിൻ്റെ പ്ലെയിനിൽ നിന്ന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ബിക്കും എക്കും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ 0 ആണ്. അപ്പോൾ ഈ കേസിൽ തീറ്റയുടെ വാല്യൂ 0 ആണ്. ഇവിടുത്തെ കേസിൽ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രിയാണ്. ഇനി ലാസ്റ്റ് കേസിൽ തീറ്റയുടെ വാല്യൂ എത്രയാണ്? നിങ്ങൾ തന്നെ ഒന്ന് നോക്കി പറഞ്ഞാണ്. ഇതാണ് ഏരിയ. അപ്പോൾ ഏരിയ വെക്ടർ ഇതിന് പെർപെൻഡിക്കുലർ, അതായത് ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ. ഇനി ഇതാണെങ്കിലോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ. അപ്പോൾ ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 വരും. അപ്പോൾ ഇവിടുത്തെ കേസിൽ തീറ്റയുടെ ആൻസർ 90 ആണ്. അപ്പോൾ തീറ്റയുടെ ആൻസർ 90. തെറ്റിക്കരുത്, തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഏരിയ വെക്ടർ എന്ന് പറയുമ്പോൾ ആ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ നോക്കി എടുക്കാൻ നിങ്ങൾ കൊണ്ടുവെക്കും. ഓക്കെ, അപ്പോൾ രണ്ട് കേസിലും തീറ്റയുടെ വാല്യൂ ഉണ്ട്. ഇനി നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നതൊക്കെ അങ്ങോട്ട് പറയുക. എന്തോന്നാണ് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നമുക്ക് വായിക്കാം. നമ്മുടെ ഒരു ലൗഡ് സ്പീക്കറിൻ്റെ മാഗ്നറ്റാണ്, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കലാണ് എൻ്റെ പണി. അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ച കോയിലാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏരിയ എഴുതാം. ഏരിയ ഇസ് ഈക്വൽ ടു എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 2 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 2 × 10⁻⁴ മീറ്റർ സ്ക്വയർ എന്നാണ്. ഇതിനകത്ത് എത്ര ടേൺസ് ഉണ്ട്? 25 ടേൺസ് ഉണ്ട്. ഇനി എന്താണ്? ഇനി നമ്മുടെ ചാർജ് ഫ്ലോ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ ബാക്കി ടോട്ടൽ ചാർജ് ഫ്ലോ ഈസ്, ചാർജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 7.5 മില്ലി കൂളം × 10⁻³ കൂളം. ഇനി കമ്പൈൻഡ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 0.5. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ദ ഫീൽഡ് ഓഫ് മാഗ്നറ്റ്, ലൗഡ് സ്പീക്കർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയെന്നാണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് നമ്മൾ ആരെ മൂവ് ചെയ്യിപ്പിക്കുന്നു? നമ്മുടെ ലൗഡ് സ്പീക്കർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് നമ്മൾ ആരെ മൂവ് ചെയ്യിപ്പിക്കുന്നു? കോയിലിനെ മൂവ് ചെയ്യിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി ഇവിടുത്തെ ഫ്ലക്സ് നോക്കാം. ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ മക്കളെ. ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ എന്നാണ് അല്ലേ. n ടേൺസ് ഉണ്ടെങ്കിൽ BAN എന്നാണ് അല്ലേ. അപ്പോൾ BAN നമ്മൾ ഷാർപ്പ് ഇക്വേഷൻ എഴുതാം. ബി ഡോട്ട് എ എന്ന് പറഞ്ഞാൽ BA cos θ × n. അപ്പോൾ BAN cos θ. തീറ്റയ്ക്ക് വരെ നമുക്ക് ω t എഴുതാം. അത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണല്ലോ. ഒന്നുകൂടെ, ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ ബി ഡോട്ട് എ എന്ന് പറഞ്ഞാൽ BA cos θ അല്ലേ. അപ്പോൾ തീറ്റയ്ക്ക് വരെ നമുക്ക് ω t എഴുതാം. n ടേൺസ് ഉള്ളതുകൊണ്ട് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫ്ലക്സിൻ്റെ ആൻസറായി. ഇനി ഇവിടുത്തെ നമ്മുടെ കേസിൽ ω t എന്ന് പറയുന്നത് നമ്മുടെ തീറ്റയാണ്. തീറ്റയുടെ വാല്യൂ നമുക്ക് 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, തീറ്റയുടെ വാല്യൂ 0 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് വരും? ഫ്ലക്സിൻ്റെ ആൻസർ BAN എന്ന് വരും. ഓക്കെ, BAN എന്ന് വരും. ഫ്ലക്സിൻ്റെ ആൻസർ കിട്ടിയേ. ഇനി എന്താ വേണ്ടത്? ഇൻഡ്യൂസ്ഡ് EMF ആണ് വേണ്ടത്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് നീക്കുകയാണ്. ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ d∅dt ആണ്. പേടിക്കൊന്നും ചെയ്യരുത്, ഇപ്പം ആൻസർ കിട്ടും. d/dt നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. d/dt ഫ്ലക്സിന് പകരം BAN എന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എയും എന്നും പുറത്തെടുക്കാം. ബാക്കി d/dt B എന്നാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ആൻസർ വരെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി V എന്ന് പറഞ്ഞാൽ IR അല്ലേ മക്കളെ. അപ്പോൾ E എന്ന് പറയുന്ന IR അല്ലേ. അപ്പോൾ ഇക്ക് പകരം IR എന്ന് എഴുതുക. അപ്പോൾ IR ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. IR ഈസ് ഈക്വൽ ടു AN dB/dt എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് ഐക്ക് പകരം നമുക്ക് എന്തെഴുതാം? dQ/dt എന്ന് എഴുതാം. അപ്പോൾ dQ/dt R ഈസ് ഈക്വൽ ടു AN dB/dt.
DAN DB by DT. ഓക്കെ, ഇനി അപ്പുറം ഇപ്പുറം നമുക്ക് DT കട്ട് ചെയ്ത് കളയാം. ബാക്കി DQ is equal to DQR is equal to AN DB എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ബാക്കി നിങ്ങളൊന്ന് സൂക്ഷിച്ച് വേറെ കളർ വെച്ച് എഴുതാം. DQവിന് പകരം ഞാൻ ഈ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാൻ പറഞ്ഞു. DQവിന് പകരം ഞാൻ Q എന്ന് എഴുതി, R എന്ന് തന്നെ എഴുതി. ഇനി അടുത്തത് AN അതുപോലെ എഴുതി. ഇനി DBക്ക് പകരം ഞാനിവിടെ B എന്ന് എഴുതി. ഓക്കെ, ഇപ്പോൾ ഇതിന് പകരം B എന്ന് എഴുതി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് അപ്പോൾ QR is equal to ANB എന്നൊരു ഇക്വേഷൻ ഞാൻ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് B ആണ്. B എങ്ങനെ കാണും? QR ഡിവൈഡഡ് ബൈ AN എന്നാണ്. ഓക്കെ, ടെൻഷൻ അടിക്കില്ലേ? അപ്പോൾ ഇനി ക്യൂവിൻ്റെ വാല്യൂ ഇടുക. ക്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ചാർജ് ഞാൻ സ്മോൾ ക്യൂ ഇടാം. 7.5 ഇൻറ്റു 10⁻³ ആറിൻ്റെ വാല്യൂ 0.50 ഡിവൈഡ് ബൈ എയുടെ ആൻസർ 2 ഇൻറ്റു 10⁻⁴ ആണ്. എന്നിൻ്റെ വാല്യൂ 25 ആണ്. ഇത് ചെയ്തെടുക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ആൻസർ ബുദ്ധിമുട്ടുണ്ടായോ? അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ആൻസർ കിട്ടുന്നു. ഇത് കമ്പൈൻഡ് എറേഴ്സ് എസ്റ്റിമേറ്റ് ദ ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്. മാഗ്നറ്റിൻ്റെ ഫീൽഡ് സ്ട്രെങ്തും കിട്ടും. 7.75 എന്ന് കിട്ടും. ടെസ്ല. അടിപൊളി. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഞാൻ ഒന്ന് ഓടിച്ച് പറയാം. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത്, ലൗഡ് സ്പീക്കറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് കോയിലിനെ മൂവ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും എന്നുള്ളത് അറിയാം. അപ്പോൾ നമ്മുടെ അവിടെ ഫ്ലക്സ് ഒക്കെ നമുക്കറിയാം. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ B.A ആണ്. അപ്പോൾ BA cos θ ആണ്. തീറ്റയ്ക്ക് വരെ നമുക്ക് ωt ഇടാം. ഇനി അപ്പോൾ BA cos ωt എന്നായി. N ടേൺസ് ഉള്ളതുകൊണ്ട് N കൊണ്ടിന്റു ചെയ്യാം. അപ്പോൾ ഫ്ലക്സ് ആയി. ഇനി അടുത്ത നമുക്ക് വേണ്ടത് ഈ തീറ്റയുടെ വാല്യൂ നമുക്ക് 0 എന്ന് ഇട്ടുകൊടു. അപ്പോൾ മാക്സിമം ഫ്ലക്സ് ആവുമല്ലോ. അപ്പം മാക്സിമം ഫ്ലക്സ് ആയി. ഇനി എന്താ വേണ്ടത്? ഇൻഡ്യൂസ്ഡ് EMF കാണാൻ എന്താ വഴി? d∅/dt അല്ലേ. അപ്പോൾ അതിൽ ഫൈക്ക് വരെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കതിനകത്ത് കോൺസ്റ്റൻറ്റുകളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുക. ഇനി ഇക്ക് പകരം IR എന്നിടുക. ഇനി ഐക്ക് പകരം dQ/dt ഇടുക. അപ്പോൾ അപ്പുറം ഇപ്പുറവും DT കട്ടാവും. ഇനി ആ ഇക്വേഷൻ നമ്മുടെ ഈ ലാസ്റ്റ് കിടക്കുന്ന ഈ ഇക്വേഷനെ ഞാനിപ്പോൾ റൗണ്ട് ചെയ്ത ഇക്വേഷൻ കണ്ടോ, അതിൽ DQവിന് പകരം Q ഇടുക, R തന്നെ, AN അതുപോലെ എഴുതി, DBക്ക് പകരം B ഇടുക. അതിൽ നിന്ന് നമുക്ക് R കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? സോറി, R അല്ല, B കണ്ടുപിടിക്കാം. B കണ്ടുപിടിച്ചു. എളുപ്പമില്ലടാ. അപ്പോൾ പേടിച്ചു പോരുത്. ക്വസ്റ്റ്യൻ ഇത്തിരി വലുതായിട്ട് കിടക്കുമ്പോൾ നമ്മൾ അന്തം വിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.